ഹ്യൂമാനിറ്റീസ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി വരുന്ന +2 സോഷ്യോളജി ഓണം എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് നമുക്ക് മറ്റന്നെയാണ് സോഷ്യോളജി എക്സാം വരുന്നത്, ഓണം എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 6 പാഠങ്ങളാണ് എക്സാമിനുള്ളത്. അതോടൊപ്പം തന്നെ അഡീഷണൽ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അഥവാ വീഡിയോയുടെ ലെന്ത് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പാർട്ട് 1 വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ആക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 2 കാണാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ആൻഡ് ഇവിടെ നമ്മൾ മലയാളം മീഡിയം ടെക്സ്റ്റ് വച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് പറയുന്നത്. അല്ലാണ്ട് ഇത് മലയാളം മീഡിയത്തിൻ്റെ വീഡിയോ ആണെന്ന് കരുതി ഇംഗ്ലീഷ് മീഡിയംകാരും പോകരുത്. രണ്ടിലും നമ്മൾ 2 ലാംഗ്വേജിലും പറയുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ അഥവാ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഈ ഒരു ചാപ്റ്ററിലെ കാര്യം മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ആ ഒരു മെറ്റീരിയൽ അധികം നന്നായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ ഒരു 4 കാര്യങ്ങളാണ്. ഒന്ന്, പ്രിയർ നോളജ് എന്താണ്. ഓക്കെ, ഇംഗ്ലീഷിലും മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. എന്താണ് പ്രിയർ നോളജ് എന്ന് 2 മാർക്കിനോ 1 വേർഡിനോ കണക്കാക്കി ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. രണ്ടാമതായിട്ട് സെൽഫ് റിഫ്ലെക്സിവിറ്റിയാണ്, സ്വയം പ്രതിഫലനം. ഓക്കെ, ഇത് നിങ്ങൾ PYQ നോക്കിയാലും കാണാം, ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. 2 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കാം എന്താണ് സ്വയം പ്രതിഫലനം എന്നുള്ളത്. അത് കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇനി അടുത്ത അതുപോലെ തന്നെ കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനുമാണ്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്നതല്ല, അഡീഷണൽ ടെക്സ്റ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരു 4 മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. എന്താണ് കോമൺ സെൻസ് നോളജ്, എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പയർ ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസസ് ചോദിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പിന്നെ CW മിൽസിനെ പറ്റിയിട്ട് 1 വേർഡിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. CW മിൽസാണ് ഈ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മൾ +1ലും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു 1 വേർഡായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാമത്തെ പാഠത്തിനകത്ത് പറയാനുള്ളത്. ആ ടിക്ക് ചെയ്തിട്ടുള്ളത് കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പ്രത്യേകിച്ചൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം അത് അഡീഷണൽ ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇതാണ്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാ ഘടന അല്ലെങ്കിൽ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എന്താ പറയുക 1 വേർഡ് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഡെമോഗ്രഫി എന്താണ്, അല്ലെങ്കിൽ ജനസംഖ്യ ശാസ്ത്രം എന്താണെന്നുള്ളത് ചോദിക്കാം അല്ലേ. നമ്മുടെ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള പഠനമാണ് എന്ത് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഡെമോഗ്രഫി ഏതൊക്കെ പദങ്ങളിൽ നിന്ന് വന്നു എന്ന് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. അതുപോലെ തന്നെ ഈ ഡെമോഗ്രഫീനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഫോമൽ ഡെമോഗ്രഫിയും സോഷ്യൽ ഡെമോഗ്രഫിയും. ഓക്കെ, അപ്പോൾ അതിത് എന്താണ് ഔപചാരികമായ ജനസംഖ്യാ ശാസ്ത്രമെന്നും സാമൂഹിക ജനസംഖ്യാ പഠനമെന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോമൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫി ഇതൊക്കെ എന്താണെന്നുള്ളത് കൂടി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഡെമോഗ്രഫി എന്താണ്, അത് ഏതൊക്കെ വേർഡ്സിൽ നിന്ന് വന്നു, ആൻഡ് ഫോമൽ ഡെമോഗ്രഫി എന്താ, സോഷ്യൽ ഡെമോഗ്രഫി എന്താ, മലയാളത്തിലും ഇതുപോലെ തന്നെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഡെഫിനിഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് പോവുക. 1 വേർഡിനോ 2 മാർക്കിനോ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, 8 മാർക്ക് എസ്ഐക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്, ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാൽത്തൂസിൻ്റെ സിദ്ധാന്തം അഥവാ മാൽത്തൂസിൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്നാണ് നമ്മൾ പറയാം. മാൽത്തൂസിൻ്റെ തിയറി എന്താണ്. ഓക്കെ, ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റിയിട്ട് മാൽത്തൂസ് എന്താണ് പറഞ്ഞത്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് എസ്ഐക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് 6 മാർക്കിനും ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നോക്കുക. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ദ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇത് നമുക്ക് 8 മാർക്കിനോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേക്കോ എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു മാൽത്തൂസിൻ്റെ തിയറിയാണ് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. എന്നാൽ അത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഈ കാണിച്ച ഈ ഒരു ചോദ്യം, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഇത് ആര് കൊണ്ടുവന്നതാണ്? കിങ്സ്ലി ഡേവിസ് ആയിരുന്നു ഈ ഒരു തിയറി മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു തിയറി ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2 തിയറീസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എസ്പെഷ്യലി മാൽത്തൂസിൻ്റെ തിയറി പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക. ഓക്കെ,
പിന്നെ ദേ ഈ ഒരു ചാപ്റ്ററിൽ രണ്ടാമത്തെ പാഠത്തിൽ കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, പൊതുസങ്കല്പങ്ങളും സൂചകങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ് എന്താണ്, ഡെത്ത് റേറ്റ് എന്താണ്, സെക്സ് റേഷ്യോ എന്താണ്, ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ്, പിന്നെന്താ ചൈൽഡ് ബർത്ത് റേറ്റ് എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ആ ഓരോ ഇൻഡിക്കേറ്ററിൻ്റെയും ഡെഫിനേഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്തൊരു എസ്സേക്ക് വേണമെങ്കിൽ ചോദിക്കാം, കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ കൂടുതലും ചോദിക്കുന്നത് വൺ വേർഡിനൊക്കെ ആ ഓരോ ഇൻഡിക്കേറ്ററും ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്സ് റേഷ്യോ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ഒരു 2 മാർക്കിനോ 1 വേർഡിനൊക്കെ പലപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ബർത്ത് റേറ്റോ ഡെത്ത് റേറ്റോ ബാക്കി പറയുന്ന പല റേറ്റും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിരുന്നാൽ മാത്രമാണ് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണേ. പിന്നെ ദേ വേറൊരു ടോപ്പിക്ക് കാണാം, ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ, കുറയുന്ന ഇന്ത്യൻ സ്ത്രീ പുരുഷ അനുപാതം. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ സെക്സ് റേഷ്യോ കുറയുന്നു എന്നുള്ള രീതിക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുക കേട്ടോ. ഒരു 3-4 മാർക്കിന് അങ്ങനെയൊക്കെ ചെറിയൊരു ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകുക. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ ആ ഒരു ടോപ്പിക്ക്, അതായത് എന്തുകൊണ്ട് ഇന്ത്യയിൽ സെക്സ് റേഷ്യോ കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, പിന്നെ ഈ ഒരു ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. അത് ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ നയം എന്തായിരുന്നു? ഇത് 8 മാർക്കിനോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് 6 മാർക്കിന് കണക്കാക്കി നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യ കൊണ്ടുവന്ന ആ ഒരു പോപ്പുലേഷൻ പോളിസി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇത് കൃത്യമായിട്ടൊരു എസ്സേ ലെവലിൽ തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കാണിത്. ഇനി നമുക്ക് വരുന്നത് 3rd ചാപ്റ്ററാണ്, അതായത് സാമൂഹിക സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു 3rd ചാപ്റ്റർ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ഈ ഒരു 3ാമത്തെ പാഠത്തിനകത്ത് ആദ്യമേ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്, ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ആദ്യത്തെ പോർഷനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. നമുക്ക് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക കേട്ടോ, എങ്കിലേ അടുത്ത് പഠിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ട് നോക്കേണ്ടത് ജാതിയുടെ സവിശേഷതകളാണ്. ഈ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടില്ലേ, കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. 6 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടൊക്കെ ഒന്ന് വായിച്ച് വന്നാലാണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അത് വായിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫ്യൂച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുക, പ്രധാനപ്പെട്ട സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 4 മാർക്കിനൊക്കെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. പക്ഷേ ഒരു 6 മാർക്കിനൊക്കെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ടൈമിൽ വെറുതെ പോയിന്റ്സ് ആയിട്ട് എഴുതി 6 പോയിന്റ് എഴുതി എന്ന് പറഞ്ഞ് 6 മാർക്ക് തരത്തില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിന് എക്സ്പ്ലനേഷൻ കൂടി എഴുതണം. അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത് പ്രത്യേകം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 6 പോയിന്റ് എഴുതിയിട്ട് 6 മാർക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. അവിടെ എക്സ്പ്ലനേഷൻ കൂടി എഴുതിയാലാണ് ടീച്ചേഴ്സ് മാർക്ക് തരിക. അപ്പോൾ കാസ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് കൃത്യമായിട്ട് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചോദ്യം തന്നെയാണ്. പിന്നെ അടുത്തും ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ലെവലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കൊളോണിയലിസം ആൻഡ് കാസ്റ്റ്. കൊളോണിയൽ വാഴ്ചയും ജാതിയും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു കൊളോണിയൽ ടൈമിലുള്ള കാസ്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതലും ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ജാതി വർത്തമാന കാലത്ത്, കാസ്റ്റ് ഇൻ ദ പ്രസൻറ്റ്, ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റ് ടൈമിലുള്ള ജാതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കൊളോണിയൽ ടൈമിന് ശേഷമുള്ള ജാതി സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതും അർബനൈസേഷൻ വന്നതും മോഡേൺ എഡ്യൂക്കേഷൻ വന്ന കാര്യമൊക്കെ പറഞ്ഞാണ് അത് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കാസ്റ്റ് ഇൻ ദ പ്രസൻറ്റ് അല്ലേ, അതായത് ഈ ഒരു ടൈമിലെ കാസ്റ്റ് സിസ്റ്റം എന്ന് മീൻസ് കൊളോണിയൽ പീരീഡിന് ശേഷമുള്ള ആ ഒരു ടൈമിലെ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഡോമിനൻ്റ് കാസ്റ്റാണ്. ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം. ദാറ്റ് ഈസ് പ്രബല ജാതി എന്ന് മലയാളത്തിൽ പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഡോമിനൻ്റ് കാസ്റ്റ് എന്താണ്? ഓക്കെ, ഡോമിനൻ്റ് കാസ്റ്റിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡോമിനൻ്റ് കാസ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.
അതുപോലെ തന്നെ ഡോമിനൻറ്റ് കാസ്റ്റിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ഈ ഒരു ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടൊരു 4 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ 1 വേർഡോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രബല ജാതിയുടെ ഉദാഹരണങ്ങളും അതിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക. ഓക്കെ. പിന്നെ ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഡോമിനൻറ്റ് കാസ്റ്റ്, പ്രബല ജാതി. രണ്ടാമത്തെ കാര്യം സാൻസ്കൃതൈസേഷനാണ്, അതായത് സംസ്കൃതവൽക്കരണം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. സാൻസ്കൃതൈസേഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എടുത്ത് പറയാനുള്ള റീസൺ, ഇത് ആക്ച്വലി കാസ്റ്റ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വലിച്ചു വാരി കൊടുത്തിരിക്കുകയാണ് ഒരു 2-3 പേജസ് ആയിട്ട്. അപ്പം നിങ്ങളിത് കാണുമ്പോൾ ആദ്യത്തെ പോർഷൻ വായിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ബാക്കി സ്കിപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഈ 2 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സാൻസ്കൃതൈസേഷനും ഡോമിനൻറ്റ് കാസ്റ്റും. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ്ലി ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. ഇത് രണ്ടും നോക്കിയിട്ട് തന്നെ പോവാം. ഇനി നെക്സ്റ്റ് വരുന്നൊരു വലിയ ടോപ്പിക്കാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഗോത്ര സമുദായങ്ങൾ. അതിനകത്ത് ഗോത്ര സമൂഹങ്ങളുടെ വർഗീകരണങ്ങളെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്. നമ്മുടെ ആ ട്രൈബൽ സമൂഹങ്ങളെ ഇങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്ഥിര സവിശേഷതകൾ, ദാറ്റ് ഈസ് പെർമനൻറ്റ് ട്രൈറ്റ്സ് എന്നാണ് പറയുക. രണ്ടാമതായിട്ട് വരുന്നത് അക്വേർഡ് ട്രൈറ്റ്സ് അല്ലെങ്കിൽ ആർജിത സവിശേഷതകളെന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ട് 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ്, ഗോത്ര സമൂഹങ്ങളുടെ വർഗീകരണങ്ങളെ പറ്റിയിട്ട് എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അന്നേരം നമ്മൾ ഈ ഒരു പെർമനൻറ്റ് ട്രൈറ്റ്സിനെ പറ്റിയിട്ടും അതുപോലെ അക്വേർഡ് ട്രൈറ്റ്സിനെ പറ്റിയിട്ടും എഴുതേണ്ടതുണ്ട്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഈ ഒരു ടോപ്പിക്ക് ഷോർട്ട് എസ്സേക്കൊന്നും വന്നില്ലെങ്കിൽ 1 വേർഡ്സ് ഒക്കെ ഇതിനകത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഇങ്ങനൊരു ടോപ്പിക് കാണാനായിട്ട് പറ്റും, മെയിൻ സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ട്രൈബ്സ്, അതായത് ഗോത്രങ്ങളെക്കുറിച്ചുള്ള മുഖ്യധാര മനോഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നിങ്ങൾ ആക്ച്വലി പഠിക്കേണ്ട ഒരു കാര്യം 2 കാര്യമാണ്. ഇവിടെ നോക്കിയേ, ഐസൊലേഷൻ വേഴ്സസ് ഇൻ്റഗ്രേഷൻ ഡിബേറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവമാണ് പഠിക്കേണ്ടത്. അതായത് വേർതിരിക്കൽ വേഴ്സസ് ഉദ്ഗ്രഥനം, അതിൻ്റെ സംവാദം, ഡിബേറ്റിനെ പറ്റിയിട്ടാണ്. ഇത് എന്താ പറയുക, 2 കോൺസെപ്റ്റിനെ പറ്റിയിട്ട് 2 ആൾക്കാർ തമ്മിൽ നടന്ന ഒരു ഡിബേറ്റാണ്. ഓക്കെ. ദാറ്റ് ഈസ് നമ്മുടെ GS ഗുറയും അതുപോലെ തന്നെ വെരിയർ എൽവിനും ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിബേറ്റായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു തിയറി അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ പറ്റിയിട്ട് എഴുതാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു 2-3 മാർക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഐസൊലേഷൻ തിയറി, എന്താണ് ഇൻ്റഗ്രേഷൻ തിയറി എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മീൻസ് എന്താണ് വേർതിരിക്കൽ, ആ ഒരു സിദ്ധാന്തം എന്താണ്, അല്ലെങ്കിൽ ഉത്ഗ്രഥനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ അടുത്ത് തന്നെ ഇങ്ങനൊരു ടോപ്പിക്കാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ്, ദേശീയ വികസനവും ഗോത്ര വികസനം. ഇതങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അതിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ ട്രൈബ്സിനെ അതെങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ ടോപ്പിക്കാണ്. ചോദിച്ചാലും ഒരു 3-4 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അടുത്ത് എല്ലാവർക്കും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവർക്കും പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, കുടുംബവും ബന്ധുത്വം, ഫാമിലി ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫാമിലിനെ പറ്റിയിട്ട് +1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് എവിടെ ഈസി ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ന്യൂക്ലിയർ ഫാമിലി എന്താണ്, എക്സ്റ്റൻഡ് ഫാമിലി എന്താണ്, അണുകുടുംബം, വിസ്തൃത കുടുംബം എന്താണ്, പിന്നെ പലതരത്തിലുള്ള ഫാമിലി ഉണ്ടല്ലോ, പാട്രിലീനിയൽ ഫാമിലി, മാട്രിലീനിയൽ ഫാമിലി, പാട്രി ലോക്കൽ, പിന്നെന്താണ് പാട്രിയാർക്കി, മാട്രിയാർക്കി, ഇങ്ങനെ പറഞ്ഞിട്ട് 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത് ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് പോവുക. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് ഫാമിലിനെ പറ്റിയിട്ട് തന്നെ ഷോർട്ട് എസ്സേ ആയിട്ട് 6 മാർക്കിന് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നൊക്കെ 1 വേർഡ്സോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് പാട്രിലീനിയൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് അകത്ത് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു 3rd ചാപ്റ്ററിനകത്ത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്
ചെയ്ത് പഠിച്ചിട്ട് പോവുക കേട്ടോ. മാക്സിമം ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. പിന്നെ എന്താണ് ഡോമിനൻ്റ് കാസ്റ്റ്, എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലീൻ്റെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഒരു വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ്, അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു 1 വേർഡ് ചോദ്യമാണ് ശ്രീധന്യ സുരേഷ്. അത് നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. എന്താണ് ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്താണ് IAS നേടിയത്, സിവിൽ സർവീസ് എക്സാം ക്വാളിഫൈഡ് ആയ കേരളത്തിൽ നിന്നുള്ള ട്രൈബൽ വിമൺ ആണ് ആര്, ഫസ്റ്റ് ട്രൈബൽ വിമൺ ആണ് ശ്രീധന്യ സുരേഷ് എന്ന് പറയുന്നത്. അത് നമുക്ക് 1 വേർഡായിട്ട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് വിർച്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് എന്താണെന്ന് ചോദിക്കാം. ഇത് 2 മാർക്കിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അഡീഷണൽ ടെക്സ്റ്റിലെ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ആ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. 2, 3, 4 മാർക്കിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അഡീഷണൽ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഗൂഗിളിലുണ്ട്, അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉറപ്പായിട്ടൊന്ന് വായിച്ചിരിക്കുക കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പലതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു അഡീഷണൽ ടെക്സ്റ്റിനകത്ത്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്ത 2 പോയിൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൽ ഈ വിർച്വൽ മാർക്കറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പഠിച്ചിട്ടോ. ഈ വിർച്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് തന്നെയാണ്. അതായത് ഓൺലൈൻ വഴി എന്താ പറയുക, ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ആ ഒരു സിസ്റ്റം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി നമുക്ക് 3 പാഠങ്ങൾ കൂടി വരുന്നുണ്ട്. അത് നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ആക്കുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ തന്നെ 14 മിനിറ്റോളം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റർ ഈ ഒരു വീഡിയോ കണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്സൊക്കെ നിങ്ങൾ ആദ്യമേ തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കുക. പിന്നെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ടോപ്പിക്സ് കൂടി ഒന്ന് വായിച്ചിട്ട് പോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഇനി ഏതെങ്കിലും ടോപ്പിക്സ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ മാക്സിമം പെട്ടെന്ന് തന്നെ അടുത്ത് നമ്മളെ ചാനലിൽ, ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ആക്കി വയ്ക്കുക, ഹൈപ്പ് തരാനും മറന്നു വരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.